സ്വാഗതം. എൻ്റെ പേര് വിദ്യാസന്ധ്യ. നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് കോർപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഇത് ബികോം കോർപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്ത കുട്ടികൾക്കുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ കോർപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിനും കേരള PSC എക്സാംസിനും HDC തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോർപ്പറേഷൻ ആണ്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് കോർപ്പറേഷന്റെ മീനിങ് എന്നത് നോക്കാം. കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് corporare. Co means with and operare means to work. Hence, corporation means working together with others for a common purpose. അതായത് കോർപ്പറേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് അല്ല കോർപ്പററി എന്ന വേർഡിൽ നിന്നാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. വൺ വേർഡിൽ നിന്ന് സാധാരണ ചോദിക്കാറുണ്ട് കോർപ്പറേഷൻ ഏത് ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കോർപ്പററി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നത്, ഒറിജിനേറ്റ് ചെയ്തത്, കോർപ്പറേഷൻ ഒറിജിനേറ്റ് ചെയ്തത്. നമ്മളിതിന്റെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് എന്നതാണ്, ഓപ്പററി മീൻസ് ടു വർക്ക്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കോർപ്പറേഷന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ടുഗദർ, അതായത് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ എച്ച് കാൽവേർട്ട്, അതായത് പഞ്ചാബിലെ കോർപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ ആണ് എച്ച് കാൽവേർട്ട്. അദ്ദേഹം ഒരു കോർപ്പറേഷൻ നൽകിയ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, സാധാരണയായിട്ട് എക്സാമിൽ ചോദിക്കാറുണ്ട്. Corporation is a form of organization where in a person voluntarily associate together as human beings on the basis of equality for the promotion of economic interest of themselves. അതായത് കോർപ്പറേഷൻ ഒരു ഓർഗനൈസേഷൻ ഫോം തന്നെയാണ്. ഇവിടെ ആളുകൾ വളണ്ടറിലി ആണ് എന്ത് അസോസിയേറ്റ് ചെയ്യുന്നത്, അതായത് സ്വമേധയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എൻ്റർ ചെയ്യുന്നത്. ദെൻ അവിടെ ഈക്വാലിറ്റി ആണ്, അതായത് എല്ലാവർക്കും എന്തെയാണ് നമ്മൾ തുല്യത അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് എല്ലാവർക്കും നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോരുത്തരുടെയും എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ് ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ ഏത് സഹായിക്കുന്നുണ്ട്, കോർപ്പറേഷൻ സഹായിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോർപ്പറേഷൻ is a form of organization where in a person voluntarily associate together as human being on the basis of equality for the promotion of economic interest of themselves. ഇനി നമുക്ക് കോർപ്പറേഷന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേഷൻ: it is an association of person, it is an undertaking, it is a voluntary organization, service objective, it is a dynamic organization, it is based on proportionality or equality, it is with the norms of social justice, it is a socio-economic movement, the basis is equality, it is a universal movement and at the service of both of the members and of the community. അപ്പൊ ഇത്രയുമാണ് കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ ആണ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അതായത് ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ കൂടി ചേർന്നിട്ടുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞത് കോർപ്പറേറ്റീവ് സൊസൈറ്റി. A cooperative society comes into existence when a group of individuals join hand and form an association. അതായത് ഒരു കൂട്ടം ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു അസോസിയേഷൻ ആയിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്, ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫീച്ചർ ആണ് an enterprise or undertaking. Corporation lays stress on ethical standards and it is basically an enterprise. It is run by members themselves at their own cost and risk. ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ബേസിക്കലി എന്ത് തന്നെയാണ്, ഒരു എന്റർപ്രൈസ് ആണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. അത് ഒരുപാട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യാണ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്പേഴ്സ് എന്ത് ചെയ്യാണ് അവരുടെ കോസ്റ്റും അവരുടെ റിസ്കും എടുത്തിട്ടാണ് എന്ത് ഒരു സൊസൈറ്റി റൺ ചെയ്യുന്നത്.
അതായത് സൊസൈറ്റിക്ക് ആവശ്യമായ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്കും എടുക്കുന്നതും ആര് തന്നെയാണ്? ഈ മെമ്പേഴ്സ് തന്നെയായിരിക്കും. മൂന്നാമത്തെ പറഞ്ഞത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ വോളണ്ടറി അസോസിയേഷൻ ആണ്. എന്താ വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞെങ്കിൽ സ്വമേധയാ നമ്മൾ യാതൊരു ഫോഴ്സും ഇല്ല അല്ലെങ്കിൽ ആരുടെയും നിർബന്ധമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ് സൊസൈറ്റിയിലേക്ക് വരിക. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്. An individual is free to join the society and resign from his membership of the society at his will and discretion. അതായത് ഒരു ഇൻഡിവിജ്വൽക്ക് എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം? സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം? സൊസൈറ്റിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാം. അതൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച്. ഓക്കെ, അതായത് എപ്പം വേണമെങ്കിലും സൊസൈറ്റിയിലേക്ക് എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ എപ്പം വേണമെങ്കിലും സൊസൈറ്റിയിൽ എന്ത് ചെയ്യാം? പുറത്തു പോകാം. നെക്സ്റ്റ് പറഞ്ഞാണ് സർവീസ് ഒബ്ജക്റ്റീവ്. The main objective of cooperative society is to serve its members rather than to earn profit. അതാണ് നമ്മളൊരു ബിസിനസ്സും കോർപ്പറേഷനും തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കും. പക്ഷെ നേരെ സർവീസ് ഒബ്ജക്റ്റീവ് ആണ് ഏതെന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം? മാക്സിമം സർവീസ് നൽകുക എന്ന ഒബ്ജക്റ്റോട് കൂടിയിട്ടാണ് ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അടുത്ത പറഞ്ഞാൽ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. എന്താണ് ഡെമോക്രസി? ജനങ്ങളാൽ എന്ത് ചെയ്യണം? ഭരിക്കപ്പെടുന്ന നമ്മൾ പറയാം ഡെമോക്രസി എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. The cooperative society follows the cardinal principle of democracy, that is one man one vote. The capital does not get any special treatment over human being in cooperation. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഡെമോക്രസി എന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഒരു നമുക്ക് പറയാം ഒരു കോട്ട് എന്ന് പറയാം. ഓക്കെ, വൺ മാൻ വൺ വോട്ട് എന്ന് പറയാം. അതായത് ഒരാൾക്ക് ഒരു വോട്ട് എന്ന നിലയ്ക്കാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി റൺ ചെയ്യുന്നത്. അവിടെ ഏറ്റവും പൊസിഷനിൽ നിൽക്കുന്ന ആരായിരിക്കും? ഹ്യൂമൻ ബീങ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തിന് റോളുള്ളൂ? ക്യാപിറ്റലിന് റോളുള്ളൂ. നേരെ നിങ്ങൾ ഒരു ബിസിനസിന്റെ കേസ് നോക്കാം. ബിസിനസിന്റെ കേസ് നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഷെയർ ആർക്കാണോ ഉള്ളത് ആ വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കുക. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഷെയർ എടുത്ത ആൾക്കും 10 ഷെയർ എടുത്ത ആൾക്കും എല്ലാം എന്തായിരിക്കും? ഒരു വോട്ടിംഗ് റൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാവർക്കും എന്താണ്? ഈക്വൽ ആണ്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ഇക്വിറ്റി. No discrimination among members is made on the grounds of religious faith, political ideology and educational qualification and so on. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാരെയും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. റിലീജിയന്റെ ബേസിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിന്റെ ബേസിലോ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ബേസിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മെമ്പേഴ്സ് ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. എല്ലാരെയും ഒരേപോലെ തന്നെയാണ് എന്ത് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. There is no class division among capitalists and working class in cooperation. അതായത് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ എന്തില്ല? ക്യാപിറ്റലിസ്റ്റ് എന്നോ വർക്കിംഗ് പീപ്പിൾ എന്നോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എവിടെ വരുന്നില്ല? കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ വരുന്നില്ല അല്ലെ. മുതലാളിത്തം അല്ലെങ്കിൽ തൊഴിലാളി വർഗം തുടങ്ങിയ ഒരു ക്ലാസിഫിക്കേഷൻ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ വരുന്നില്ല. എല്ലാരെയും അവരെന്താണ്? ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും എന്താണ്? ആ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ മെമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് എന്ന കാറ്റഗറിക്കാണ് അവരെന്ത് ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. എട്ടാമത്തെ പോയിന്റ് പറഞ്ഞത് സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ്. എ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ്. The cooperative movement is viewed as a constituent part of the overall socio-economic movement of the country. അതായത് സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിന്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു എക്കണോമിക് മൂവ്മെന്റ് കൂടിയാണ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് നമുക്ക് പറയാം ഓരോ മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സിന്റെ എക്കണോമിക് അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യാണ് കോപ്പറേറ്റീവ്. അവർക്ക് നമ്മൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകാണ്.
അതുപോലെ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ഇതിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് എക്കണോമിക് മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓവറോൾ സൊസൈറ്റിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് ഏത് സഹായിക്കുന്നുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ ആണ് പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. It is based on proportionality or equality. The surplus is distributed not according to share taken, but according to the proportion of business operation a member has affected with the society. അതായത് നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബിസിനസിന്റെ സർപ്ലസ് എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്നത് അവരുടെ വർക്കിനനുസരിച്ചിട്ടായിരിക്കും. ഓരോ മെമ്പേഴ്സും ക്യാരി ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരിക്കലും അവരുടെ ഷെയറിന്റെ ബേസിലായിരിക്കില്ല എന്തുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. Then പത്താമത്തെ പോയിന്റ് യൂണിവേഴ്സൽ മൂവ്മെന്റ്. It is a universal movement found in all countries of the world. അതായത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോകത്തെമ്പാടും എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഈ കോർപ്പറേഷൻ എന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് തന്നെ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അതായത് റോബർട്ട് ഓവൻ എന്ന വ്യക്തിയാണ്, അദ്ദേഹമാണ് നമ്മൾ കോർപ്പറേഷന്റെ ഫാദർ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലാണ് നമ്മൾ കോർപ്പറേഷനെ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ കൺട്രി, ഈവൻ USA, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ എല്ലാ കൺട്രീസിലും നമുക്ക് ഏത് അപ്ലൈ ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും, കോർപ്പറേഷൻ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് കോർപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. Then last point പറഞ്ഞത് at the service of both the members and the community. Every society stands for the economic upliftment of the members and the social, cultural and economic betterment of the local community. അതായത് എല്ലാ സൊസൈറ്റിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അവരുടെ മെമ്പേഴ്സിന്റെ എക്കണോമിക്കലി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ സൊസൈറ്റി നിലനിൽക്കുന്ന ആ ഒരു ചുറ്റുപാടുമുള്ള ആളുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അതായത് മെമ്പേഴ്സിന് ഓൾറെഡി എന്ത് ചെയ്യും, അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും, അതോടൊപ്പം തന്നെ അവരുടെ ഏർണിങ്സ് കൂടും. അപ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്തായിരിക്കും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിലുള്ള ആളുകളുടെ മൊത്തം എന്ത് ചെയ്യും, ഡെവലപ്മെന്റിന് സഹായിക്കും. കാരണം അവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല പ്രൊഡക്ട്സ് അവർ നൽകും, ചീപ്പ് റേറ്റ് ആയിരിക്കും. പൊതുവെ നമുക്ക് മനസ്സിലാവും, ഒരു കോപ്പറേറ്റീവ് സ്റ്റോറിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മറ്റുള്ള ഷോപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് സ്റ്റോറിൽ എപ്പോഴും എന്തായിരിക്കും, സാധനങ്ങളുടെ റേറ്റ് വളരെ കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് അറ്റ് ദി സർവീസ് ഓഫ് ബോത്ത് ദി മെമ്പേഴ്സ് ആൻഡ് ദി കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോർപ്പറേഷനായിട്ട് ഒരു എസ്സേ കോമൺ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടി വരും. ഈ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സ് എല്ലാം എഴുതേണ്ടി വരും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ. ഫസ്റ്റ് വൺ പറഞ്ഞ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. The first and foremost objective of cooperative society is to remove the middleman in different fields who take away the gains that should have gone to the real beneficiaries. That main object ആണ് എന്ന് പറയുന്നത് elimination of middleman. middleman നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. middleman പറഞ്ഞാൽ മധ്യസ്ഥങ്ങൾ, അതായത് റീറ്റെയിലേഴ്സും ഒരുപാട് ഹോൾസെയിലേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് എന്ത് ചെയ്യാണ്, സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് അത് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാണ്, ഡയറക്റ്റ്ലി നൽകാണ്. അപ്പൊ നമുക്ക് അവിടെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഹോൾസെയിലർ അല്ലെങ്കിൽ റീറ്റെയിലർ അല്ലെങ്കിൽ ഒരുപാട് ഏജന്റുകൾ ഉണ്ടാകും. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് തന്നെ സാധനങ്ങളുടെ വിലയും എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം ഈ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ മിഡിൽമാൻ ഉള്ള സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റും കൂടി കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ ആസ് എ കൺസ്യൂമർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹൈ പ്രൈസ് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കേസിലാവുന്ന സമയത്ത് അവര് പ്രൊഡ്യൂസേഴ്സിനെ നേരിട്ട് വാങ്ങിച്ച് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ലോ പ്രൈസിന് എന്ത് ചെയ്യാണ്, കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യും, സാധനങ്ങൾ കിട്ടും. അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറിനും എന്ത് ചെയ്യുന്നുണ്ട്,
നല്ലൊരു ഇൻകം ആയിരിക്കും ലഭിക്കുന്നത്. അപ്പൊ അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മിഡിൽ മാൻ നമ്മൾ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാം. ഈ രണ്ടാമത് പറയുന്നതാണ് റൈസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ. The most basic aim of a cooperative society is to raise the standard of living of the poor. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യുന്നത് എപ്പോഴും കോമൺ ആയിട്ടുള്ള കുറച്ച് ആളുകളാണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള സാധാരണക്കാരായ ആളുകളാണ് എന്തെന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അല്ലെങ്കിൽ ആ ആളുകളുടെ എന്താണ് എക്കണോമിക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് നമുക്ക് ഏതുകൂടെ കൂട്ടാൻ പറ്റും, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാം. അതായത് അവർക്ക് നമ്മൾ നല്ല പ്രൊഡക്ട്സ് നൽകുന്നുണ്ട്, അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യും. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ദി ഇൽസ് ഓഫ് ക്യാപിറ്റലിസം. The basic cause of the ills of capitalism is the profit motive. The aim of corporation is to restrict the amount of profit and provide better services to its members. എന്താണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്? മുതലാളിത്തം എന്ന് പറയും അല്ലെ. അതായത് നമ്മള് ഫസ്റ്റ് തരം എക്കണോമിക് നമ്മളെ ഓർഗനൈസേഷൻ ഫോംസിൽ ആദ്യത്തെ ഒരു ഫോമാണ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് മെയിൻ ആയിട്ട് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ ഉണ്ടായിരിക്കും ക്യാപിറ്റലിസത്തിന്റെ കേസിലായിരിക്കും. അതുപോലെ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെവൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സ് തുടങ്ങിയുള്ള ക്ലാസ് ഡിസ്ക്രിമിനേഷൻ എവിടെ ഉണ്ടായിരിക്കും, ക്യാപിറ്റലിസത്തിന്റെ കേസിൽ ഉണ്ടായിരിക്കും. ദെൻ അതുപോലെ നമുക്ക് പറയാം എക്കണോമിക് ഇനീക്വാലിറ്റി, അൺഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഒക്കെ എവിടെ ഉണ്ടായിരിക്കും, ക്യാപിറ്റലിസം ഉള്ള അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ നിലനിൽക്കും. പക്ഷെ നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതെല്ലാം എന്താണ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിയുമ്പോൾ ഒരിക്കലും എന്തല്ല പ്രോഫിറ്റ് ഇല്ല, പകരം എന്തൊക്കെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പൊ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവരുന്നതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാപിറ്റലിസത്തിന്റെ എല്ലാ ഡ്രോബാക്സും നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റാൻ പറ്റും അല്ലെ. നമുക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് സർവീസസ് നൽകാം, അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല, ക്ലാസ് സ്ട്രഗിൾസ് ഉണ്ടാവില്ല. അതെല്ലാം നമുക്ക് ഏതിലൂടെ കൊണ്ടുവരാൻ പറ്റും, കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് റൈസിംഗ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് വിഷസ് ടു ഡയറക്റ്റ് ഹ്യൂമൻ ലൈഫ് ടുവേർഡ്സ് ഗുഡ്നെസ് ബൈ റൈസിംഗ് ദെയർ മോറൽ സ്റ്റാൻഡേർഡ്സ്. അതായത് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്താണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. അതായത് എപ്പോഴും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർവീസ് നൽകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർ എന്ത് ചെയ്യില്ല, എൻഗേജ് ചെയ്യില്ല. നല്ലൊരു മെമ്പേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ വളർത്തിയെടുക്കാൻ ആരും സഹായിക്കും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കും. ദെൻ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞത് ഇൻക്രീസിംഗ് ദി പ്രോസ്പെരിറ്റി ഓഫ് ദി ഓൾ കമ്മ്യൂണിറ്റി. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം ഡെവലപ്മെന്റ് നമുക്ക് സഹായിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കും. A cooperative society aims at bringing about the welfare of not a particular individual but of the all community. അതായത് ഏതെങ്കിലും ഒരു ഒറ്റ വ്യക്തിയുടെ എന്താണ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്, പകരം എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. Then ആറാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് abolition of social inequalities. The feeling of high or low among members of the community acts as a cause of social tensions, the removal of which is the goal of the cooperative movement. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഉണ്ടായിരിക്കില്ല. അത് സോഷ്യൽ ഇനീക്വാലിറ്റീസ് പറഞ്ഞാൽ ചില ആളുകൾ വലിയവരെന്നും ചില ആളുകൾ ചെറിയവരെന്ന് അല്ലെങ്കിൽ പാവപ്പെട്ടവൻ പണക്കാരൻ തുടങ്ങിയ ഒരു ഇനീക്വാലിറ്റീസ് എവിടെ ഉണ്ടായിരിക്കില്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ ഉണ്ടായിരിക്കില്ല. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും എന്താണ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈക്വലിയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇനീക്വാലിറ്റീസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ ഏഴാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി.
As far as possible, a cooperative remains aloof from political parties and religious groups. നല്ലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടോ അതേപോലെ തന്നെ റിലീജിയസ് ഗ്രൂപ്പ്സിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടോ അല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. അവരെപ്പോഴും അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, ഒരു അലോഫ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യുന്നത്. Then last objective എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. A cooperative aims at providing a corporate life to the weaker sections of the community. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് മുന്നേ നല്ലൊരു കോർപ്പറേറ്റ് ലൈഫ് നൽകാനും ആര് സഹായിക്കുന്നുണ്ട്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോർപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കാൽവേർട്ട് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ കുറച്ച് ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം കോർപ്പറേഷന്റെ കോമൺ ആയിട്ട് ഒരു എസ്സേ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് മുഴുവൻ എഴുതിയിരിക്കണം. താങ്ക് യു. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്